സംസ്ഥാനം അതീവ ജാഗ്രതയിൽ. മഴ ഇനിയും കനക്കും. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. അപ്പർ കുട്ടനാട്ടിൽ സ്ഥിതി ഗുരുതരം. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേരുടെയും മൃതദേഹം കിട്ടി. മണർകാട് വെള്ളക്കെട്ടിൽ വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആലത്തൂർ തെന്നിലാപുരത്ത് ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ ഉടൻ നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പത്തനംതിട്ടയ്ക്ക് പ്രാമുഖ്യം നൽകി പദ്ധതി പ്രഖ്യാപിക്കും. വ്യാപാരികളുടെ നഷ്ടം നികത്താൻ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. അപ്പർ കുട്ടനാട്ടിലെ പ്രളയ മേഖലകൾ സന്ദർശിച്ച മുഖ്യമന്ത്രി. അധിക്ഷേപ പരാമർശത്തിൽ CP ജോൺ മാപ്പ് പറയണമെന്ന് CPM. സൗജന്യ യാത്രയ്ക്ക് ബസ്സിൽ കയറുന്നവരെ അപമാനിച്ചെന്ന ആരോപണം. പ്രിയദർശിനി സർവീസ് അവസാനിപ്പിക്കാനുള്ള നീക്കമെന്ന് പ്രതിപക്ഷം. വിവാദമായത് സൗജന്യ യാത്രയ്ക്കായി വനിതകൾ ബസ്സിൽ തള്ളിക്കയറുന്നുവെന്ന പരാമർശം. അപമാനിച്ചതല്ലെന്നും സ്ത്രീകളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടിയതാണെന്നും മന്ത്രിയുടെ വിശദീകരണം. CP ജോണിനെതിരെ പ്രതിഷേധവുമായി DYFI. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രാ വിവാദം വിടാതെ CPM. കൊച്ചിയിൽ മുഖ്യമന്ത്രി കാണാൻ പോയ നിക്ഷേപകൻ ആരെന്ന് വ്യക്തമാക്കണം. വ്യവസായ മന്ത്രിയെ കൂട്ടാതെ മുഖ്യമന്ത്രി തനിച്ചെന്തിന് പോയെന്ന് ചോദ്യം. തുടർച്ചയായി കളവ് പറഞ്ഞ് വസ്തുത മറച്ചുവെക്കുന്നുവെന്നും ആക്ഷേപം. ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്ത് വിട്ടയക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി. റിമാൻഡ് ആവശ്യപ്പെടാതെ തമിഴ്നാട് സർക്കാർ. അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് കോടതി. അറസ്റ്റ് രാഷ്ട്രീയ നേട്ടമാക്കാൻ DMKയുടെ നീക്കം. അറസ്റ്റിനെ അനുകൂലിച്ചും എതിർത്തും തമിഴ്നാട്ടിൽ പ്രവർത്തകർ തെരുവിൽ. നീറ്റ് സമരത്തിന് പിന്നാലെ പുതിയ നീക്കവുമായി CJP. യുവാക്കളുടെ പ്രശ്നങ്ങൾ അറിയാൻ രാജ്യവ്യാപക ക്യാമ്പയിൻ നടത്തും. ലിസണിംഗ് ടൂർ എന്ന പേരിൽ രാജ്യം മുഴുവൻ സഞ്ചരിക്കും. തുടർ നീക്കം ആലോചിക്കാൻ മുംബൈയിൽ നിർണായക യോഗം. ലഹരി ഉപയോഗത്തിന് എളുപ്പവഴിയൊരുക്കുന്ന പ്രീ റോൾഡ് കോണുകൾ പിൻവലിച്ച് ഇൻസ്റ്റാമാർട്ട്. കേരളത്തിൽ ഒരിടത്തും വിതരണം ചെയ്യേണ്ടെന്ന് നിർദ്ദേശം. ആവശ്യക്കാരിലേറെയും കുട്ടികളാണെന്ന വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18. മാധ്യമപ്രവർത്തകർക്കെതിരെ വിവാദ പരാമർശം നടത്തി മലപ്പുറത്തെ വ്ളോഗർ. പാണക്കാട് ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ മാധ്യമപ്രവർത്തകരെ കുഴിച്ചു മൂടണമെന്ന് പരാമർശം. പരാതി നൽകി KUWG. അഭിമന്യു കേസിൽ 4 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പറയണം. വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി. അഭിമന്യുവിന്റെ അമ്മയുടെ ഹർജി കോടതി പരിഗണിച്ചു. ED ആക്രമിച്ച കേസിൽ 4 പേർക്ക് കൂടി ജാമ്യം നൽകി ഹൈക്കോടതി. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് പിന്നാലെ കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധിയിൽ കടുത്ത നിലപാടുമായി DK ശിവകുമാർ. മന്ത്രിസ്ഥാനം ലഭിക്കാതെ താനും മുമ്പും അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. കത്ത് നൽകിയാൽ രാജി ആവശ്യം ഉടൻ അംഗീകരിക്കുമെന്ന് രാജ്യഭീഷണി മുഴക്കി MLA-മാർക്ക് മുന്നറിയിപ്പ്. പാർട്ടിയാണ് പ്രധാനമെന്ന് ഓർക്കണമെന്നും കർണാടക മുഖ്യമന്ത്രി. ഇറാൻ പൂർണ്ണമായി കീഴടങ്ങേണ്ടി വരുമെന്ന് ശക്തമായ മുന്നറിയിപ്പുമായി US. പുതിയൊരു ആണവ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറാകണമെന്നും മുന്നറിയിപ്പ്. ഇറാൻ ഭരണകൂടം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും കുറ്റപ്പെടുത്തൽ. അമേരിക്കൻ ഭീഷണികൾ മനഃശാസ്ത്ര യുദ്ധമെന്ന് വിലയിരുത്തി ഇറാൻ. ചർച്ചയുണ്ടെന്ന ട്രംപിന്റെ വാദവും തള്ളി. ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയും പങ്കാളി ജോർജിന റോഡ്രിഗസും വിവാഹിതരാകുന്നു. ജന്മസ്ഥലമായ പോർച്ചുഗീസ് ദ്വീപ് മെദീറയിലെ ഫുൻചാൽ ചർച്ചിൽ ശനിയാഴ്ച വിവാഹം. 41 വയസ്സുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയും 32 വയസ്സുകാരിയായ ജോർജിനയും 9 വർഷമായി ഡേറ്റിംഗ്.